ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ജോൺ തോട്ടുപുറം അച്ഛനെ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ആക്രമിച്ച എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രസാദഗിരി പള്ളിയിലെ ഫാദർ ജോൺ തോട്ടുപുറം അച്ഛൻ സഭ കൽപ്പിച്ച് നൽകിയ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛനെ കാഴ്ചവെപ്പ് കഴിഞ്ഞ സമയത്താണ് ഞാൻ മനസ്സിലാക്കുന്നത്. അച്ഛനെ ആൾക്കാരിൽ നിന്നും ഉന്തി തള്ളി വലിച്ചിഴച്ച് സങ്കീർത്തനം തള്ളിയിട്ട ആ അൽമായ ഗുണ്ടകൾക്കെതിരെ നടപടികൾ എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്താണ് നടപടി എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ആ പ്രക്രിയ തുടങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വളരെ വിശ്വസനീയമായ ഉറവിടങ്ങളിൽ നിന്നുള്ള അറിവ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രക്രിയയുണ്ട്, നടപടിക്രമങ്ങൾ ചില പ്രക്രിയയുണ്ട്. അത് പൂർത്തിയാക്കാനുള്ള സമയം വേണം. എങ്കിലും അതൊരു വെറും ആഹ്വാനമാണോ, മാനസാന്തരപ്പെടണേ, നിങ്ങൾ അക്രമം കാണിക്കരുതേ എന്നുള്ള വെറും ആഹ്വാനമാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പണ്ട് ഇരിങ്ങാലക്കുട രൂപത്തിലൊരു പള്ളിയിൽ വികാരിച്ചനെ ഏതാനും വീട്ടുകാർ വഴിയിൽ വെച്ച് തടഞ്ഞു. അതിനാ വീട്ടുകാർക്ക് കൊടുത്ത ശിക്ഷ 10 കൊല്ലം പള്ളി വിലക്കാണ്. 10 കൊല്ലം വികാരിച്ചനെ വഴിയിൽ വെച്ച് തടഞ്ഞതാണ്, വേറെന്തോ ഒരു കാര്യത്തിന്. അങ്ങനെ ഒരു താരതമ്യം ചെയ്ത് നോക്കിയാൽ ചെറിയ കുറ്റത്തിന് 10 കൊല്ലത്തെ ശിക്ഷയാണ്, പള്ളി വിലക്കാണ് അന്ന് ഇരിങ്ങാലക്കുട രൂപത്തിൽ കൽപ്പിച്ചത്. ആ വീട്ടുകാരൊക്കെ എനിക്കറിയാം. അച്ഛനെ എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് തോന്നുന്നു അവിടെ വേറെ ഏതോ ഒരു പള്ളിയിൽ നിന്ന് വന്ന അച്ഛനാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇത് പള്ളിയിൽ ആൾക്കാരിൽ കയറി, അതും ലുങ്കിമുണ്ടൊക്കെ എടുത്ത് കുർബാന നടക്കുന്ന സമയത്ത് 82 വയസ്സുള്ളൊരു വൈദികനെ, അതും സഭ കൽപ്പിച്ച് നൽകിയ കുർബാന, ആ പള്ളിയിൽ വികാരിച്ചൻ അധികാരമുള്ള അല്ലേ, ദ പ്രീസ്റ്റ് ഇൻ ചാർജ്, അങ്ങനെ സഭ കൽപ്പിച്ച് നൽകിയ ജനങ്ങൾ നോക്കി നിൽക്കുന്ന അല്ലെങ്കിൽ പങ്കെടുക്കുന്ന ഒരു കുർബാന, ആ കുർബാന അലങ്കോലമാക്കുകയും ആരാധനയെ അലങ്കോലമാക്കിയാൽ ജാമ്യമില്ലാത്ത കേസാണെന്നാണ് ഞാൻ മനസ്സിലാക്കണേ. അങ്ങനെ അത് ദേശരാഷ്ട്രത്തിൻ്റെ നിയമം. അങ്ങനെയുള്ള ഗൗരവമായ കുറ്റം ചെയ്ത അവർക്ക് നടപടികൾ വരും എന്ന് നമുക്കറിയാം. നടപടികൾ ഉണ്ടാകും. അത് നടപടികൾ കുറ്റകൃത്യത്തിനനുസരിച്ചുള്ള ശിക്ഷാ നടപടികൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. അവരെ ശിക്ഷിച്ചിട്ട് നമുക്ക് എന്ത് കാര്യം ചോദിച്ചാൽ, വിശ്വാസികളാണ് നമ്മൾ, വിശ്വാസികൾ. ഇവിടെ അവർക്ക് ഒരു ഭൗതികമായ ശിക്ഷ കൊടുത്താൽ ഈ നിത്യ നരകാഗ്നി എന്ന് പറയുന്ന ശിക്ഷ ഒഴിവാക്കാം. ഈ നരകമുണ്ടോ സ്വർഗമുണ്ടോ ഞങ്ങളെ പേടിപ്പിക്കാനാണോ എന്നൊക്കെ അവിശ്വാസികൾക്ക് പറയാം. വിശ്വാസികൾക്ക് പറയാൻ പറ്റില്ല. വിശ്വാസികളുടെ കാര്യമാണ് കുർബാനയൊക്കെ, കൂദാശകളൊക്കെ വിശ്വാസികളുടെ കാര്യമാണ്. അപ്പം നരകമുണ്ട് സ്വർഗമുണ്ട് ഇതൊക്കെ വിശ്വസിക്കുന്നവരുടെ കാര്യമാണ് നമ്മൾ ഈ കുർബാന. ഇത് വിശ്വസിക്കാത്തൊരു പള്ളിയിൽ വരേണ്ട കാര്യമില്ലല്ലോ. കൂദാശകൾക്ക് അറിയേണ്ട കാര്യമില്ല. ദൈവമുണ്ടെന്ന് വിശ്വസിക്കുകയും ആ ദൈവം മനുഷ്യനായെന്ന് വിശ്വസിക്കുകയും അവൻ കൂദാശകൾ സ്ഥാപിച്ചെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് കത്തോലിക്കർ. അവരുടെ കാര്യമാണ് നമ്മൾ പറയണേ. അതിനാൽ ഇങ്ങനെയുള്ള വലിയ ദ്രോഹം ചെയ്താൽ നിത്യ നരകാഗ്നിയാണ് അവർക്ക് ശിക്ഷ. അത് കിട്ടാതിരിക്കാനുള്ള ഒരു ശിക്ഷയാണ് സഭ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് സഭയുടെ ശിക്ഷകളെ മരുന്നാണ്, ഔഷധമാണ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഏതായാലും ഈ അൽമായ ഗുണ്ടകൾക്കെതിരെ നടപടികൾ എടുക്കുന്നു എന്ന് കേൾക്കുന്നതിൽ സന്തോഷം. അത് എല്ലാവർക്കും പാഠമാകുന്ന തരത്തിലാകട്ടെ. വെറും ആഹ്വാനവും 5 സ്വർഗസ്നായി ചൊല്ലൂ, 5 നന്മ നിറഞ്ഞും ചൊല്ലൂ എന്നുള്ള അങ്ങനെയുള്ള വളരെ പരിമിതമായ ചില പ്രാർത്ഥനകൾ കൊണ്ട് അവസാനിപ്പിക്കാതെ ചെയ്ത ഗൗരവമായ കുറ്റത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയുള്ള ശിക്ഷാ നടപടികൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അവർക്കത് മാനസാന്തരം വരാനും ഈ മറ്റെല്ലാ അൽമായ മുന്നേറ്റക്കാരെയും, ഇവരെ മാത്രമല്ല, ഈ അൽമായ മുന്നേറ്റ സംഘടനയിൽ പ്രവർത്തിക്കുന്ന സകലർക്കെതിരും ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു, മഹറോൻ ശിക്ഷ കൊടുക്കാതിരിക്കാൻ എന്താണ് ന്യായം? അൽമായ മുന്നേറ്റക്കാർ എന്ന് പറയുന്ന സംഘടനയെ നിരോധിക്കാൻ, സഭയിൽ നിരോധിക്കാൻ എന്താണ് ന്യായം? ഈ ശിക്ഷ അതിലേക്കുള്ളൊരു ചുവടുവെപ്പായി മാറും എന്നും തന്നെ പ്രതീക്ഷിക്കുന്നു. അതിന് ഗൗരവത്തോടെ സഭാ നേതൃത്വം കാണുമെന്നും പ്രതീക്ഷിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ആവർത്തിക്കുകയാണ്. ജനങ്ങൾ രോഷവും അമർഷവും വേദനയും കൊണ്ട് നിൽക്കുകയാണ്. അവരുടെ നിയന്ത്രണം വിട്ടു പോകാതിരിക്കാൻ സഭാ നേതൃത്വം സൂക്ഷിക്കേണ്ടതുണ്ട്. അവർ എന്തൊക്കെ ചെയ്താലും ഈ സാധാരണ വിശ്വാസികൾ അനങ്ങില്ല എന്ന് വിചാരിക്കരുത്. ഞാനത് വളരെ സത്യസന്ധമായിട്ടാണ് പറയുന്നത്. അങ്ങനെ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ നാട്ടിൽ, അതായത് ആഹ്വാനം ചെയ്താൽ നടക്കുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ എനിക്ക് ഒരുപാടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ജനങ്ങളുടെ വികാരം, വിശ്വാസം എന്ന് പറയുന്ന ആ വികാരം, ആ ബോധ്യം, അതിനെ വെച്ച് കളിക്കരുത് എന്ന് പറയാനാണ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. മാന്യമായ ശിക്ഷ കൊടുത്ത് അത് അവർക്കും ഈ ശിക്ഷ കിട്ടുന്നവർക്കും അതുപോലെ സഭയ്ക്കും ഈ അൽമായ മുന്നേറ്റക്കാർക്കും മറ്റുള്ളവർക്കും പാഠമാകുന്ന തരത്തിൽ മാതൃക നൽകും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ
എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ.